ചേട്ടാ ഈ ആഴ്ച കുറച്ച് ആക്ഷൻ പടങ്ങൾ പറയുമോ? ഒരു 1.5-2 മണിക്കൂറിനുള്ളിലൊക്കെ തീരുന്നത്. ഇതാ പിടിച്ചോ, 2 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കാവുന്ന 7 കിടിലൻ ആക്ഷൻ ത്രില്ലർ പടങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സേനയെ തുരത്താൻ വേണ്ടി ബ്രിട്ടീഷ് മിലിറ്ററി ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സിനെ രഹസ്യമായിട്ട് നിയോഗിക്കുന്നു. പക്ഷേ അവർ അത്ര നിസ്സാരക്കാരൊന്നും ആയിരുന്നില്ല. പടം ഗേ റിച്ചി സംവിധാനം ചെയ്ത് ഹെൻറി കാവിൽ, അലൻ റിച്ച്സൺ, അലക്സ് പെറ്റിഫർ തുടങ്ങിയ ഒരു വമ്പൻ താരനിരയുമായിട്ട് 2024 റിലീസായ ദ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാം. തമിഴ്, ഹിന്ദി മാത്രമല്ല മലയാളം ഡബിങ്ങും അവൈലബിൾ ആണ്. 2 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. ഉടനെ കൃത്യം 2 മണിക്കൂർ ഉള്ളത് തന്നെ പറഞ്ഞു. നെക്സ്റ്റ്, ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ ഹൗസ് കീപ്പിംഗ് ജോലിക്ക് പോകുന്ന ഏഷ്യ അവൾക്ക് നേരിടേണ്ടി വരുന്ന ഭീകര സംഭവങ്ങളൊക്കെ പറയുന്ന സിനിമയാണ്. ചിത്രം 2026 റിലീസായ ദേ വിൽ കിൽ യു. ഇത് പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് റെന്റിന് കാണാൻ പറ്റും. പോലീസ് ആകാൻ ആഗ്രഹിച്ച് നടന്ന ഏതൻ ഇപ്പോൾ ലോസ് ഏഞ്ചലസിലെ എയർപോർട്ടിൽ TSA ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു ക്രിസ്മസ് ദിവസം ജോലിക്കിടയിൽ പുള്ളിക്ക് നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം 2024 ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ ക്യാരി ഓൺ. ഇതിന്റെ തമിഴ് ഡബിങ്ങും അവൈലബിൾ ആണ്. നെക്സ്റ്റ്, നോർമൽ എന്ന പേരുള്ള ഒരു ചെറിയ ടൗണിലെ ഷെറിഫിന് പകരക്കാരനായിട്ട് താൽക്കാലികമായിട്ട് ജോലിക്ക് വന്ന നായകൻ പുള്ളി നേരിടേണ്ടി വരുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2026 ബോബ് ഓഡൻകിർക്ക് നായകനായിട്ട് വന്ന ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ നോർമൽ. ജോൺ വിക്കിന്റെ റൈറ്ററാണ് ഈ പടം എഴുതിയിരിക്കുന്നത്. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്, പക്ഷേ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. കാണുന്നയാൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കണം അല്ലേട്ടാ, അത് തന്നെ. നെക്സ്റ്റ്, ഒരു സമ്പന്ന കുടുംബത്തിലെ ഇളമുറക്കാരനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഗ്രേസ്. തുടർന്ന് ആ വീട്ടിൽ നടക്കുന്ന മരണക്കളിയെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2019 റിലീസായ റെഡി ഓർ നോട്ട്. ഇതിന്റെ 2ാം ഭാഗം ഈ വർഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. റെഡി ഓർ നോട്ട് ടു ഹിയർ ഐ കം, അതും ഡീസന്റ് വാച്ച് ആണ്. ഈ 2 പടവും ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1980കളിൽ ഹോങ്കോങ് നഗരത്തിൽ, അതും ഗുണ്ടാ സംഘങ്ങൾ അരങ്ങുവാഴുന്ന ഒരു നാട്ടിലേക്ക് ഒരു യുവാവ് എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും പറയുന്ന സിനിമയാണ് അടുത്തത്. ഇത് ഹോങ്കോങ്ങിൽ നിന്നുള്ള സിനിമയാണ്. ചിത്രം 2024 ഇറങ്ങിയ ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വോൾഡ് ഇൻ. ഈ പടം പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. 1 മണിക്കൂർ 43 മിനിറ്റ് ആണ് റൺ ടൈം. തമിഴ്, ഹിന്ദി ഡബിങ്ങും അവൈലബിൾ ആണ്. ഇനി നമ്പർ 1 മൂവി. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജോലിയും ജീവിതവും ഒക്കെ നയിക്കുന്ന നായകനാണ് ഈ പടത്തിലുള്ളത്. ഒരു ദിവസം അയാളുടെ വീട്ടിലൊരു മോഷണം നടക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമ പറയുന്നത്. ചിത്രം 2021 ഇറങ്ങിയ ഇംഗ്ലീഷ് ആക്ഷൻ പടം നോബഡി. ഇതിന്റെ സെക്കൻഡ് പാർട്ട് 2025 വന്നിരുന്നെങ്കിലും ഈ സിനിമയുടെ ഒരു ഇമ്പാക്ട് അതിന് തരാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഈ പടം നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും. ഇംഗ്ലീഷിനൊപ്പം ഹിന്ദി ഡബിങ് അവൈലബിൾ ആണ്, തമിഴില്ല. ഈ നോർമൽ എന്ന് പറഞ്ഞ പടമൊക്കെ ഉടനെ പറഞ്ഞ പോലെ OTT വരുമല്ലോ അല്ലേ? പിന്നെ വരും, ഉറപ്പായിട്ടും വരുമായിരിക്കും അല്ലേ? ഇല്ല, ഇന്റർനെറ്റിൽ ശക്തി ഉപയോഗിച്ചാൽ മതിയേ.